അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയാണ്. ഇതില് എന്റെ കൂടെ അഭിനയിച്ച നായിക, ഞാൻ ഈ കഥ കേട്ടപ്പോ ഇവരോട് ആദ്യം പറഞ്ഞത് ആ കഥാപാത്രമാണ് ഈ പടത്തിന്റെ ഹീറോ. ആ കഥാപാത്രം നന്നായില്ലെങ്കിൽ ഈ സിനിമ നമുക്ക് ഒരിക്കലും വിജയിക്കില്ല. പക്ഷെ അവര് പല കുട്ടികളെ ഇങ്ങനെ നോക്കി അവസാനം അവരെത്തിയത് റാണിയ റാണ എന്ന ഒരു വലിയ കലാകാരിയിലാണ്. റാണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കറിയാവുന്നത് കലാമണ്ഡലത്തിലെ പ്രോഡക്റ്റാണ് അവര്. അതുപോലെ ഒരുപാട് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയും അവർക്ക് വിദ്യ അഭ്യസിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വലിയ കലാകാരി. അവരുടെ മനസ്സിൽ മുഴുവൻ സിനിമകളായിരുന്നു. ഒരു ദിവസം അത് വർക്കൗട്ട് ആവുമെന്ന് അറിയില്ല. നമ്മൾ സിനിമയെ ഒരുപാട് സ്നേഹിക്കുമ്പോൾ സിനിമ നമ്മളെ തേടി നമ്മളിലേക്ക് വരും. അങ്ങനെ കൊണ്ടുതന്ന ഒരു വലിയ കലാകാരി. എന്റെ കൂടെ ഒരുപാട് നായികന്മാര് മലയാള സിനിമയിൽ ഒരുപാട് ലാംഗ്വേജിൽ അഭിനയിച്ചിട്ടുള്ള നായികമാര് എന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ആദ്യകാല സിനിമകൾ എന്റെ കൂടെ വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് മലയാള സിനിമയ്ക്ക് കിട്ടിയ ഒരു വലിയ കലാകാരിയാണ് റാണിയ റാണ. അതുപോലെ തന്നെ മീനാക്ഷി മാധവി അവരുടെ രണ്ടാമത്തെ സിനിമയാണ്. എന്റെ രണ്ട് നായികമാരാണ്. ഒരു ഏരിയയിൽ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിന്റെ ഒരു ഏരിയ തന്നെ അന്ന എന്ന് പറയുന്ന കഥാപാത്രമാണ് മുന്നോട്ട് കൊണ്ടിട്ടുള്ളത്. ഞാൻ അതിനു മുമ്പ് മീനാക്ഷിയുടെ സിനിമ കണ്ടിട്ടുള്ളത് മധുരം മനോഹരം. ആ സിനിമയിലാണ് അത് റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ആൾക്കാർ അത്രയും ഗംഭീരമായിട്ട് അഭിനയിക്കുന്നത്. നിങ്ങൾ എന്റെ കൂടെ അഭിനയിച്ചപ്പോൾ ഞാനും അഭിനയം പഠിച്ചു. നിങ്ങൾ അല്ലെ ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഭയങ്കരമായിട്ട് എല്ലാവരിലും ഒന്നും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ജെസ്സി നോമിനെ നിങ്ങൾ ആരും മറക്കൂല, അറിയാലോ. അപ്പൊ അങ്ങനെയുള്ള കഥാപാത്രങ്ങള്. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട ആള് ഇപ്പോ പ്രിൻസ് ആൻഡ് ഫാമിലിയിലെ എന്റെ അനിയന്മാർ രണ്ടുപേരുണ്ട്. ഒന്ന് ധ്യാനം, ഒന്ന് ജോസൂട്ടി. ഞാൻ ആ സിനിമ കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ അവരാണ് വീട്ടിൽ വെച്ച് കണ്ടു. പിന്നെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. വളരെ തിരക്കുള്ള ആ കലാകാരനെ നമുക്ക് ഇന്നത്തെ മൊത്താണ് നമ്മുടെ. ഞാൻ ഈ സിനിമയുടെ ഒരു ഇന്റർവ്യൂവിലും അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടില്ല. ഇന്നു മുതൽ ഇന്നു മുതൽ നമുക്ക് ഇവനുണ്ട്. കാരണം പ്രിൻസ് ഓഫ് ഇന്റർവ്യൂസ് ആണ്, അല്ലേ? ഇരിക്കട്ടെ. എല്ലാവർക്കും പ്രിൻസിന്റെ ധ്യാനിന്റെ ഇന്റർവ്യൂവിനെ ഒരുപാട് ഇഷ്ടമാണെന്നറിയാം. എന്തായാലും വലിയ സന്തോഷമുണ്ട് ഈ സിനിമയെ വലിയ വിജയത്തിലെത്തിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും തരുന്ന ഈ സ്നേഹത്തിന് ഒരുപാട് നന്ദി പറയുന്നു. എനിക്കൊരു അപേക്ഷ ഉള്ളത്, എങ്ങനെ വേണമെങ്കിലും എടുക്കാം, ഇത് റിക്വസ്റ്റാണ്, ഒന്നുമില്ല. കുറെ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ അടിച്ചിടാൻ വേണ്ടി കൂടുന്ന ആൾക്കാരല്ലേ നിങ്ങളൊക്കെ. ഇപ്പൊ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ നിൽക്കുന്ന സമയത്ത് എനിക്ക് എന്റെ കൂടെ നിന്നൂടെ? വലിയ സന്തോഷം. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും സഹായങ്ങളും പ്രാർത്ഥനകളും പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി, ഒരുപാട് നന്ദി. താങ്ക് യു.